ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ കുറച്ച് നെയ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പീസ് നമുക്കൊരു ഫിഷ് മോളി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ പരത്തി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, കൂടിപ്പോയത്. അപ്പോൾ തന്നെ ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട. മുളക് ചേർക്കുന്നില്ല. എരിവിന് പകരം കുരുമുളകും പച്ചമുളകും അതിനകത്ത് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിപ്പൊടി. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇഞ്ചിപ്പൊടിയൊക്കെ ഇതിലുണ്ട്, എൻ്റെ ചാനലിലുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. ഈ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനിതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ മീനുമ്മ പരത്തിയെടുക്കാം. ഇത് മീനുമ്മ പരത്തിയെടുക്കാം. നന്നായി ചേർത്തെടുത്തിട്ടുണ്ട്. കണ്ടം ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ വെച്ച് ഇത് പറ്റി കൊടുക്കാം. കുറച്ച് മഞ്ഞൾ എടുത്താൽ നല്ല ഉണ്ടാവും. ചേർത്തെന്നാലും മഞ്ഞൾ കുറച്ച് ചേർത്താൽ നല്ലതാണ്. മീനിനൊരു കളർ കിട്ടും. ഏകദേശം നമ്മൾ സ്റ്റൂ ഒക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. നന്നായി ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അല്ലാണ്ട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അത് വേറത്തെ ഇപ്പം മീൻ മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ഈ മീനിൻ്റെ കുറച്ച് നെയ്മീനാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലുണ്ട്. അത് നമുക്കിതിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഇതിൽ വെക്കാം. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ ചോറിന് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് കളർ മാറിയാൽ മതി. കളർ മാറി. അപ്പോൾ ഇതാ സവാള ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയി വന്നാൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി കുറേശ്ശെ കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില. ഇതൊന്നിൽ കിടന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാൻ. അപ്പോൾ കണ്ടോ ഒക്കെ
ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങാപ്പാലിൽ വെന്തോട്ടെ. മീൻ ചുരുങ്ങൂടെ വെച്ച് കൊടുക്കാം. നെയ്മീനാണ്. ചൂടെ തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് പതുക്കുമ്പോൾ മീനങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ പതിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ അതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. നെയ്മീൻ്റെ കഷ്ണമാണ്. നല്ല കുറച്ച് നെയ്യുള്ളൊരു മീനാണിത്. അപ്പോൾ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മീൻ ഇതിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. ഉപ്പില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മീനൊന്ന് നന്നായി വെന്തിട്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്ത് അങ്ങനെ മീൻ പൊരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നാലെന്താ പറയുക, മീനിൻ്റെ രുചി അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കോളും. നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫസ്റ്റ് തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കറി നല്ല കുറുക്കുണ്ടാവും. മാത്രമല്ല കുറച്ച് തക്കാളി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഈ തക്കാളി ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സമയമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാം. ഒരിത്തിരി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ തക്കാളി ഒന്ന് പൊരിച്ച പോലാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മീൻ പൊരിക്കുന്ന പോലെ തന്നെ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഇനി ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ പതിച്ച് വന്നാൽ നമുക്ക് ഓഫാക്കാം. അപ്പോൾ ആ തക്കാളിൻ്റെ രുചി അതിലേക്ക് ഇറങ്ങിക്കോളും. ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ തക്കാളി മീനൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എരിവ് കുറവാണ്, കുറച്ചുകൂടെ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കി കളയാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഫിഷ് മോളി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കണ്ടോ, അപ്പത്തിന് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെള്ളാപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ എന്തെങ്കിലുമൊക്കെ അപ്പങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പത്തിരിക്കും ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഓഫാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലൊരു ഫിഷ് മോളി ഉണ്ടാക്കി നോക്കിയാൽ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എരിവിന് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് കുറച്ച് എരിവുള്ളതാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.